എന്റെ പശുവിന് പോലും അവനെ പിടിക്കുന്നില്ല. അവനെ കണ്ടോ രമണൻ? പറയൂ. ഞാനിപ്പോ ഗോകുല ഹൗസിലെ പശുക്കളെ ഡീൽ ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് 8 ലിറ്റർ കിട്ടേണ്ട പശുവിൽ നിന്ന് 5 ലിറ്റർ കിട്ടിയോന്നോ? ആ ബാസിൽ ക്ലാവ് പിടിച്ചു കാണും. ഒന്ന് നന്നായി അമർത്തി നോക്കൂ. അല്ല, എന്താണാവോ പ്രസിഡന്റ് താമസിച്ച? കറവ തൊഴിലാളികളുടെ PB ഉണ്ടായിരുന്നു. PBയോ? പോളിറ്റ് ബ്യൂറോ. ഇത്ര വെളുപ്പം കാലം? ഇന്നലെ രാത്രി തുടങ്ങിയതാ. പക്ഷെ ആദ്യത്തെ കമ്മിറ്റിയാന്ന് പറഞ്ഞ കാര്യം ഐഡിയോടായിരുന്നു. അത് ശരി. അപ്പൊ ആദ്യത്തെ കമ്മിറ്റിക്ക് എന്നെ രാഷ്ട്രീയ കൂട്ടത്തിൽ ആര്യല്ല, ഈയടി അടിച്ച് പ്രസിഡന്റ് ഫ്ലാറ്റ് ആയി പോയി. പല പെൺകുട്ടികളും അങ്ങനെ പറയുന്നുണ്ട്. താങ്ക് യു. ഇതെന്താടാ, ബലൂണോ? ബലൂണല്ല, ഗ്ലൗസ്. ഗ്ലാസോ? ഗ്ലാസ് അല്ല, ഗ്ലൗസ്. ഉറ. അണുബാധ വരാതിരിക്കാൻ എല്ലാ കറവ തൊഴിലാളികളും ഇത് ഉപയോഗിക്കണമെന്നാണ് യൂണിയന്റെ തീരുമാനം. എടാ, കൈയുടെ ചൂട് പകർന്ന് കറന്നാലേ പാല് മുഴുവനും ഇങ്ങ് പോരൂ. പുതിയ ഓരോ കണ്ടുപിടുത്തങ്ങളെ. ആരോഗ്യ പ്രശ്നങ്ങളുള്ള തൊഴിലാളിയോട് ലാഭക്കൊതിയുള്ള സാമ്രാജ്യത്വ മുതലാളിത്ത രീതിയിൽ ഗോപാലയേട്ടൻ എന്നോട് സംസാരിക്കരുത്. നീ അധികം രാഷ്ട്രീയം ഒന്നും വിളമ്പണ്ട. ആ തൊഴിലാളി തൃക്കൈ കൊണ്ട് എന്റെ പശുവിനെ കറന്ന് ഇങ്ങോട്ട് താ. പിന്നെ മുദ്രാവാക്യം വിളിക്കുന്ന ആവേശമൊന്നും പശുവിന്റെ അകടേട്ട് കാണിക്കരുത്. അതൊരു മിണ്ടാപ്രാണിയാ. ഗോപാലകൃഷ്ണൻ എന്തിനാ? അല്ല, കറവയെ പറ്റി കോച്ചിങ് കൊടുക്കാനാ. നോക്കരുത്, തണ്ടക്ക് നല്ല കാണാൻ പറ്റുന്ന കാഴ്ചയാ. ശല്യപ്പെടുത്തില്ലേ? ഓടാവിടുന്ന്. അവിടെ ഒരു വർക്ക് എടുക്കല്ലേ? അന്നോടാരാ നീ പറഞ്ഞ രാവിലെ തന്നെ ഓന്റെ മുറി കയറാൻ? ഞാൻ ഇന്ന് ഇവിടെ വരണല്ലേ, എന്നാ ഗോപേട്ടിനെ വിളിക്കാന്ന് കരുതി. അപ്പോഴേ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചത്. ഉറക്കത്തിൽ ആരും എന്നെ മോരിക്കുട്ടാന്ന് വിളിച്ചു. ഏതെങ്കിലും അവളുമാര് മോരിക്കുട്ടാന്ന് വിളിച്ചാൽ ഞാൻ എന്ത് വിളിച്ചു? ഞങ്ങള് വരാനല്പം താമസിച്ചെങ്കിൽ എന്റെ ഗോപാലകൃഷ്ണ നീ ഇത്രക്ക് ഭയങ്കരാന്ന് വിചാരിച്ചില്ല. എടി ശരിയേ, മുറപ്പുണ്ടാന്ന് കരുതി പ്രായം മറന്ന് പെരുമാറണ്ട രണ്ടാളും. വീട്ടിൽ പോ. മോരിക്കുട്ടനല്ല, കാളക്കുട്ടനാ. എടാ, വീട്ടിൽ കയറി വരുന്നത് നട്ടപ്പാതിരാക്കി. സൂര്യൻ ഉച്ചയിലെത്തുന്നത് വരെ ഉറക്കം. അതിനിടയ്ക്ക് അവന്റെ ഒരു സ്വപ്നം. എടാ, ഇവിടെ എന്തോരം പണി കിടപ്പുണ്ട്, നിനക്കൊന്ന് സഹായിച്ചുകൂടെ? ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ആ പണി വേണ്ടാന്ന്. സ്വപ്നത്തിലെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടുന്ന എനിക്കൊരു ആശ്വാസം. അച്ഛന്റെ ഈ കറവപ്പണി കാരണല്ലേ എനിക്ക് മോരിക്കുട്ടാന്ന് പേര് വീണത്. വീട്ടിൽ കാല് കുത്തിയാൽ നശിച്ച ചാണക. മര്യാദക്ക് ഉറങ്ങാൻ പറ്റും. അപ്പൊ തുടങ്ങും നാഴികയ്ക്ക് 40 വട്ടം ബേ ബേ എന്നുള്ള കരച്ചില്. മടുത്തു. ഗോപാലകൃഷ്ണ, നീ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? പറ്റിയ പേരും ഗോപാലകൃഷ്ണൻ. പശുപ്രേമം കാരണം കിട്ടിയ പേര് കേട്ട ഓക്കാനം വരും. നല്ല പേരുകൾ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? എന്നെ കൊണ്ടൊന്നും പറയണ്ട. അയ്യടാ, എന്റെ പൊന്നുമോൻ പറഞ്ഞു. അച്ഛന്റെ ചെവിയും തുറന്നു വെച്ച് കാത്തിരിക്കുക കേക്കാൻ. നിങ്ങളൊന്നും മുണ്ടാണ്ടിരിക്കണ്ട നേരെ. ഓന് കറപ്പണി വേണ്ടെങ്കിൽ വേണ്ട. കറവപ്പണിക്ക് എന്താ കുഴപ്പം? കറവപ്പണി ഇപ്പോൾ സുഖമുള്ള പണി ലോകത്ത് വേറെ ഏത്? 8ാം ക്ലാസ്സിൽ പൊട്ടിയ പിന്നെ കളക്ടറാവാൻ പോവല്ലേ? പിന്നെ പണ്ട് മയവെള്ളാണ്ടിരിക്കാൻ പോലും സ്കൂളിന്റെ പടി കയറാത്തവനാ 8 വരെ പഠിച്ചതിനെ കളിയാക്കാൻ നിൽക്കുന്നത്. പോയി പാൽ കൊടുക്കാൻ നോക്കില്ലടാ. തള്ളച്ചി അമ്മേ ഫസ്റ്റ് ക്ലാസ് അല്ലേ? അല്ലാണ്ട് പിന്നെ എന്ത് കാണാൻ നിക്കുക യശോദേ? എടി പൊടി. സ്വപ്നം കാണട്ടെ. സ്വപ്നം കണ്ട കേട്ടോ. വീട്ടിൽ പാലിന്റെ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം. രമൻ കറന്ന നല്ല പശുവിൻ പാൽ റെഡി. അച്ഛൻ തന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടോ? മുന്നിലൊന്നും പോയി പെടണ്ട. എന്തിന്? താൻ ഇന്നലെ ഇവിടെ ചേച്ചിയോട് എന്താ പറഞ്ഞത്? ഏതൊരു അവിവാഹിതനായ ചെറുപ്പക്കാരനും പറയുന്നതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അയാൾ അവിയുന്നു. അതിനെന്താ കുഴപ്പം? അത് നേരിട്ട് കാണുമ്പോ മനസ്സിലായിക്കോളൂ. നമുക്ക് പിന്നെ സ്വസ്ഥമായിട്ടൊന്ന് പ്രേമിക്കാൻ ഈ നാട്ടിൽ തോന്നുന്നില്ല. വീട്ടീന്ന് വെല്ലുവിളിച്ച് വാശി പിടിച്ചിറങ്ങി പോകുന്ന ആളുടെ ഇരിപ്പ് കണ്ടില്ലേ? ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ. നേരെ ഇത്ര ആയില്ലേ? വിശന്നിട്ട് പാവത്തിന്റെ വയറ് കരിയണ മണം നീ മൂക്കിലടിക്കണം. ചിലക്കത് പൊടിയോടും എവിടെ ചെന്നിരുന്നാലും വന്നോളും ശല്യങ്ങള്. ചേട്ടൻ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്? അച്ഛനോട് ഇത്ര തറുതല പറഞ്ഞിട്ടും ആ പാവം പിന്നെയും തന്നു വിട്ടിരിക്കുക 50 രൂപ. അച്ഛനെ എങ്ങനെ വിഷമിപ്പിക്കണത് കഷ്ടം തന്നെയാട്ടോ. വലത് വാങ്ങിച്ച് കഴിക്ക. 50 രൂപ എനിക്കെങ്കിലും വേണ്ട അങ്ങനെ പിച്ചക്കാശ്. പട്ടിണി കിടന്ന് ചത്താലും ഞാൻ അഭിമാനം അടിയറ വെക്കത്തില്ല. എങ്കിൽ പിന്നെ അഭിമാനത്തോടെ പട്ടിണി കിടന്ന് ചാവട്ടെ. നന്ദിനി, ആ കാശിന് നമുക്ക് പോണ വഴിക്ക് അസലായിട്ട് ഐസ്ക്രീം വാങ്ങി കഴിക്കാം. അത് നേരം. ചേട്ടന് കാശ് വേണ്ടെന്ന് വെച്ച് വെറുതെ വഴി കളയാൻ പറ്റുമോ? നമുക്ക് ഐസ്ക്രീം കഴിക്കാം. അല്ല നിക്ക് നിക്ക്, അങ്ങനെ പോലെ ഈ പെമ്പിള്ളേർ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല. പത്രത്തിൽ വായിച്ചിട്ടില്ലേ ഐസ്ക്രീം പാർലർ എന്താ നടക്കുന്നത്? നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാനൊരു ത്യാഗം ചെയ്യാം.
മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഞാൻ അത് സ്വീകരിക്കാം. ആ രൂപങ്ങൾ തന്നേക്ക്. അയ്യോടാ, അത്രയ്ക്ക് ത്യാഗം സഹിച്ച് ചേട്ടൻ ത്യാഗരാജ സ്വാമികളൊന്നും ആവണ്ട. നീ വാടി, ശരി നമുക്ക് പോവാം. അതിന് തന്നിട്ട് പോടി. ആ ഇപ്പൊ കറക്റ്റ് ഭിക്ഷക്കാരന്റെ സ്വരം വന്നു. അങ്ങനെ വഴിക്ക് വാ. കാലത്ത് കോടീശ്വരനായിരുന്ന ഒരാള് പെട്ടെന്ന് ഭിക്ഷക്കാരനാവുന്നത് കഷ്ടം തന്നെ ആട്ടോ. എന്റെ അച്ഛന്റെ കാശല്ലേ, നിന്റെ അച്ഛന്റെ കാശല്ലല്ലോ. നീ പോടി പുള്ളേ, കൊടുത്താളി കാശ്. ഗതികേട് കൊണ്ടാ. അച്ഛനോട് പറഞ്ഞേക്ക് എന്റെ കുടുംബവിധത്തിൽ നിന്ന് ഈ 50 രൂപ കുറച്ചേക്കാൻ. അമ്മേ ദേവി രക്ഷിക്കണേ. ഭാഗ്യദേവത ഇതാ നിങ്ങളെ മാടി മാടി വിളിക്കുന്നു. 10 രൂപ കൊടുക്കൂ, നിങ്ങൾ ലക്ഷാധിപതിയാകൂ. അറയ്ക്കണ്ട, മടിച്ചു നിൽക്കണ്ട. ഭാഗ്യം നിങ്ങളുടെ വിരൽ തുമ്പിൽ. മകനെ, ഇന്നൊരു നേരം പട്ടിണി കിടന്ന് 10 രൂപ മുടക്കിയൊരു ടിക്കറ്റ് സ്വന്തമാക്കിയാൽ നാളെ 5 സ്റ്റാർ ഹോട്ടലിൽ കോടീശ്വരനെ മല നേർന്ന് പുട്ടടിക്കാം. മടിക്കണ്ട, എടുക്കുമോനെ. കൊണ്ടുവാ. ഇത് 50 രൂപ ഉണ്ടല്ലോ, പിന്നെ 40 രൂപ ബാക്കി. 50 രൂപയിൽ നിന്ന് 10 രൂപ മാത്രം മുടക്കിയ ഒറ്റ ടിക്കറ്റേ കിട്ടൂ. ഒറ്റ നമ്പർമാർ തൊട്ടടുത്ത് 4 ടിക്കറ്റിൽ ഒന്നടിച്ചാൽ ഏതാണ്ടൊക്കെ പോയി അണ്ണാനെ പോലെ ഇരിക്കേണ്ടി വരും. അത് വേണോ? ഈ 5 ടിക്കറ്റ് ഒന്നിച്ചെടുക്കുമോനെ. ഇതിലേതാണ് ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ധൈര്യമായിട്ടിരിക്കുമോനെ. എന്റെ മനസ്സ് പറയുന്നു നീ നാളത്തെ റിസർവ് ബാങ്ക് ആവുമെന്ന്. അതായില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു ചിട്ടി പണ്ടെങ്കിലും വാ. അങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ചിട്ടിയും പൊട്ടിച്ച് നമുക്കങ്ങനെ മുങ്ങാം. അതാണ് നാട്ടുകാരെ അനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ട രീതി. മനസ്സിലായ? വെറുതെ കാശ് കളഞ്ഞല്ലോ. ഈ ലോട്ടറി എന്നൊക്കെ പറഞ്ഞ വെറും തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാനുള്ള ജനറൽ ലോ കോളേജ് നിൽക്കില്ലേ? ലോ കോളേജ് അല്ല, കോളേജ്. എന്താണ് ഇപ്പൊ പറഞ്ഞത്? ലോട്ടറി അടിച്ചിട്ടല്ലേ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉണ്ടായത്? എങ്ങനെ? നമ്മുടെ കുറെ മന്ത്രിമാർക്ക് ലോട്ടറി അടിച്ചിട്ടല്ലേ? ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്തുകൊണ്ടാണ്? ലോട്ടറി അടിക്കാഞ്ഞിട്ടല്ലേ? ദേ ഇങ്ങനെ എടുത്തോ മോനെ. എനിക്ക് 10 ടിക്കറ്റ്. വിവരമുള്ളവർ ഇങ്ങനെ 10 കൊണ്ട് പിടിച്ചോ. മുഖം കണ്ടാലറിയാം ലോട്ടറി അടിക്കുമല്ലോ. ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മളെ കോടീശ്വരന്മാരാക്കുന്ന തങ്കപ്പെട്ട മനുഷ്യന്റെ പോക്കേണ്ട ഗോപാലകൃഷ്ണ. വിശന്നിട്ട് വയ്യ. വയറ്റിലോട്ട് പോകേണ്ട കാശാ ഈ ലോട്ടറി ടിക്കറ്റിന്റെ രൂപത്തിലായത്. ഇത് അടിക്കൂരമണ. പിന്നില്ലേ എടാ, ഇപ്പിത്തിരി പട്ടിണി കിടന്നാലും ഈ ലോട്ടറി അടിക്കുന്ന കാശ് കൊണ്ട് നമ്മള് 5 സ്റ്റാർ ഹോട്ടലിൽ പണിയൂലേ? വിവരങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ അല്ലേ? നാളത്തെ ഫ്ലൈറ്റിന് ഞാൻ അമേരിക്കയിലേക്ക് പറക്കുക. അമേരിക്കയിൽ പോയി തിരിച്ചു വരട്ടെ. നിങ്ങൾക്കൊക്കെ ഞാൻ ഒരു അടിപൊളി കോക്ടെയിൽ പാർട്ടി തരുന്നുണ്ട്. എന്നെ പോലെ തെണ്ടി പെറുക്കി കിടന്ന നിനക്ക് എങ്ങനെയാ അമേരിക്കയിൽ പോകാൻ കോളത്തത്? അതെ, ഞാൻ നിന്നെ പോലെ പെറുക്കിയായിരുന്നെങ്കിലും വിവരമുള്ളവനായിരുന്നു. നീ ഇന്റർനെറ്റ് ചാറ്റിംഗ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്തേ? ചാറ്റിംഗിലൂടെ ഞാൻ ഒരു ചിക്കാഗോ മദാമയുമായി ലവ് ആയി. അവരെ എന്നെ ഇപ്പൊ അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഓക്കെ, ബൈ. ശരി. ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ലോ രമണ. തോന്നിട്ട് കാര്യമില്ലല്ലോ. നീ ഇന്റർനെറ്റ് കണ്ടിട്ട് പോലില്ലല്ലോ. അത് മാത്രമല്ല, ഇംഗ്ലീഷ് നീയും ബന്ധ ശത്രുക്കളായി സ്ഥിതിക്ക് നീ പറയുന്ന മദാമക്കോ മദാം പറയുന്ന നിനക്കോ മനസ്സിലാവില്ലല്ലോ. KL 20-18-73. ഏതാണ്ട് അടുത്ത് വരുന്നേ ഉള്ളൂ. ഇനി നോക്കാൻ ഒറ്റ ടിക്കറ്റേ ബാക്കിയുള്ളൂ. അതും കൂടി അടിച്ചില്ലെങ്കിൽ നിന്റെ അപ്പൻ ദുരിതാശ്വാസമായി തന്ന 50 രൂപയും വെള്ളത്തിൽ പാല് ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ 100 രൂപയും ഗോവിന്ദാ ഗോവിന്ദാ. ഈ ലോട്ടറി അടിച്ച 100 രൂപ മുക്കൂട്ട് ഭഗവതിക്ക് കാണിക്കറപ്പിച്ചേക്കാൻ നേർന്ന. എന്നിട്ടും ഭഗവതി എന്തിനാ രമണ എന്നെ ചതിച്ചത്? എത്ര രൂപ? 500. കളഞ്ഞ് നശിപ്പിച്ച്. ചുമ്മാതല്ല അടിക്കാത്തത്. എടാ, ഇന്നത്തെ കാലത്ത് വില്ലേജ് ഓഫീസർക്ക് വരെ മിനിമം കൈക്കൂലി 1000 രൂപയാ. അപ്പൊ ഇത്രക്ക് ചീപ്പ് തുകയാണോ നീ ഭഗവതിക്ക് വാഗ്ദാനം ചെയ്തത്? ചേച്ചേ, 10 ലക്ഷം കയ്യിലോട്ട് കിട്ടുമ്പോ നിങ്ങൾക്ക് ഒരു 10% നമ്മുടെ ഭഗവതിക്ക് കമ്മീഷൻ കൊടുക്കാമായിരുന്നു. കല്യാണ ബ്രോക്കർക്ക് പോലും അതിൽ കൂടുതലില്ലേ ഗോപാലകൃഷ്ണ? കമ്മീഷന്റെ കാര്യത്തിൽ നീ ഭഗവതിയെ അപമാനിച്ചു കളഞ്ഞു. പിന്നെ ലോട്ടറി അടിച്ചിട്ട് എലിസബത്ത് രാജ്ഞിയുടെ കൊച്ചുമോളെ കെട്ടി സൂഖിക്കാന്ന് വിചാരിച്ചല്ലേ? അയ്യടാ, ഞാൻ നിന്നെ സൂചിപ്പിക്കാം. അല്ല, നിന്നെ ആരപ്പ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഇവിടെ വരാൻ എനിക്ക് ആരുടെ ക്ഷണമൊന്നും വേണ്ട. ഇതെന്റെ മുറച്ചെറുക്കന്റെ വീടാ. ഏത് വകയിൽ? പണ്ടെന്റെ പഞ്ചഭാവായിരുന്ന മുത്തശ്ശനെ പഞ്ചാരയടിച്ച് വളച്ചെടുത്ത് സ്റ്റെപ്പിനെയായി കൂടെ കൂട്ടിയ ആ അലവലാതി മുതുക്കി മുത്തശ്ശിയുടെ ബന്ധവും പറഞ്ഞ് മുറപ്പെണ്ണ് ചമഞ്ഞാണ്ടല്ലോ. ഇയാൾ എന്ത് ചെയ്യും? ചോദിച്ചു കേട്ടില്ലടാ, എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ചെവിക്കുറ്റി തീർത്തൊന്ന് പൊട്ടിക്കാൻ പോവാ. പിന്നെ അതിനെത്തിരി പൊളിക്കും. നിനക്ക് ഞാൻ കാണിച്ചു തരാടി, അസൂയക്കാരി ശൂർപ്പണകെ. എന്നെങ്കിലും എനിക്ക് ലോട്ടറി അടിക്കും. അന്ന് നിന്റെ മുമ്പിലൂടെ മാലാക പോലൊരു പെണ്ണിനെയും കിട്ടി. ഞാൻ അങ്ങനെ നടന്ന് നടന്ന് ചപല വ്യാമോഹങ്ങൾ. അതിന് ലോട്ടറി അടിച്ചിട്ട് വേണ്ടേ? അടിക്കോടി അടിക്കും. നാട്ടുകാരി നീ കണ്ടോ മുക്കോട്ട് ഭഗവതിയെ ഞാൻ പ്രാർത്ഥിക്കുന്നതേ?
ചുമ്മാതല്ല. എന്റെ മുക്കോട്ട് ഭഗവതി, ഈ ഗോപാലകൃഷ്ണൻ ഒരിക്കലും ലോട്ടറി അടിക്കരുതേ. ഞാൻ എത്ര പൊങ്കാല വേണമെങ്കിലും ഇട്ടോളാമേ. ആ, ഇനി ലോട്ടറി പോയിട്ട് ഒരു പെഗ് പോലെ അടിക്കാനുള്ള ഭാഗ്യം തന്നെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിസ്സാര കാലല്ല നേർന്നത്. പൊങ്കാല പൊങ്കാല. എടി കുലദ്രോഹി, വഞ്ചകി. എന്ത് വേണമെങ്കിലും വിളിച്ചോ. അങ്ങനെ ഇപ്പൊ നീ ലോട്ടറി അടിച്ച് പണക്കാരനാവണ്ട. പണക്കാരനായാലേ പണക്കാരിയെ കിട്ടൂ. അങ്ങനെ ഇപ്പൊ നീ കെട്ടണ്ട. ഞാൻ ജീവനോട് ഇരിക്കുമ്പോ വേറെ ഒരുത്തിയുടെ മണവാളനാവാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ഏത് പട്ടിക്ക് വേണം? നീ കണ്ടോടി, നീ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു വിവാഹബന്ധം എനിക്കുണ്ടാവാൻ പോവാ. അതിനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞാലല്ലേ നിനക്ക് പൊങ്കാലയിട്ട് മുടക്കാൻ പറ്റൂ. ആലോചിച്ചൊന്നും തലമുണ്ടാക്കണ്ട. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. പത്രം, പരസ്യം, അമേരിക്ക. ഇനിയും ക്ലൂർത്തം നിന്റെ ക്ലൂ ഞാൻ കലക്കും. എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ നിരീക്കുന്ന ആള് ഞമ്മള് എന്നെ ചങ്ങായി സുൽത്താൻ അബ്ദുൽ ഖാദർ. അലൈക്കും അസ്സലാം. ഏയ് ബോക്കറിന് മാത്രം നമ്മളെ വിളിക്കരുത്. എന്താണ്ടാ നമ്മുടെ തൊഴിലിന്റെ പേര്? ബിസിനസ് ഏജന്റ്. ബിസിനസ് ഏജന്റ്. ഭൂമിക്കച്ചവടം, കാലിക്കച്ചവടം, മാങ്ങാക്കച്ചവടം, തേങ്ങാക്കച്ചവടം. മുക്ക മുണ്ടന്റെ തൊള്ള നമ്മളോ. അയ്യോ സോറി ചങ്ങായി, ഇങ്ങളെ അല്ല. നമ്മൾ ആരെയും കെട്ടിയിട്ട് മാറി ഒരു അമുക്ക് നമ്മളെ കൂടെ ഉണ്ടെന്ന്. തീർന്നില്ല. ഓഹരി കച്ചവടം, പെണ്ണ് കച്ചവടം, സോറി കല്യാണ കച്ചവടം, അതായത് മാരേജ് ബ്യൂറോ. ഇതിനൊക്കെ നമ്മളെ സഹായം ആർക്കും എപ്പോഴും ഉണ്ടാവും. മനസ്സിലുണ്ടെങ്കിൽ മാനത്തുണ്ടെന്ന് പറയണമായിരി. കമ്മീഷൻ ഉണ്ടെങ്കിൽ സുൽത്താനും അവിടെ ഉണ്ട്. ഏത് കേസ്? പെണ്ണ് ചട്ടുകാലിയാണെന്നാ? പടച്ചോനെ, നിങ്ങളെ മന്ദകാലം ചെക്കന് ചട്ടുകാലിയല്ല നമ്മൾ എട്ടുകാലി ഉണ്ടാക്കി തരണ്ടേ? എന്തെന്ന് കേട്ടില്ല. അല്ല കട്ടൗട്ടറായ റേഞ്ചിങ് തീർന്ന ചാർജിങ് തീർന്ന കാശ് തീർന്ന് കാണും. പടച്ചോനെ, സംസാരിച്ചോന്ന എന്താണെന്ന് ഇപ്പൊ എങ്ങനെ അറിയാം? താങ്ക് യു. എന്താണ് മോളെ പ്രശ്നം? ഇവന്മാര് രാവിലെ തൊട്ട് ഇവിടെ വന്ന് ഇരിപ്പയക്കാം, എന്നിട്ട് അനാവശ്യം പറച്ചിലും. ആഹാ, ഇതാദ്യം തന്നെ സൂക്കേട്, ഞരമ്പ് രോഗം. മുട്ടേന്ന് വിരിഞ്ഞില്ലല്ല പിള്ളേള്. മക്കള് കുറച്ചു നേരം പുറത്തോട്ട് നിൽക്കി. ഇവിടെ ഇങ്ങനെ ഒരേ കണക്കിന് നിന്ന് കാലിൽ നിന്ന് ഇങ്ങനെ വേരിറങ്ങി മുതുകൊത്തൊരാളി കളിക്കും. പിന്നെ അവര് തണലായി മാറും. പോവിട് വേണ്ട പോയി. പുള്ള തണ്ട ഇക്കാന്റെ നമ്പറിലോട്ടൊന്ന് കുത്തിക്കാൻ നോക്കട്ടെ. 2 3 6 8 5 2. അത്ര. ഹലോ, മണവാട്ടി കല്യാണ ബ്യൂറോ അല്ലേ? ഇത് നമ്മള് സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ അല്ലാന്ന്, സുൽത്താൻ അബ്ദുൽ ഖാദർ. ആ കുവൈറ്റുകാരിക്ക് ഒരു ആലോചനയുടെ കാര്യം പറഞ്ഞില്ലേ? അത് എന്നാന്ന് ആ കോകുലം വീട്ടിൽ കോവാലെന്നായ മോയി ഗോപാലകൃഷ്ണനായി. ചെക്കൻ അതൊന്നും പ്രശ്നമല്ലാന്ന്. ഓനിക്ക് കാശാണ് നോട്ടം. പറ്റാതെ ഇപ്പൊ തന്നെ നിക്കായി കഴിക്കാനും ഓൻ റെഡിയാണ്. ഓൻ ഒരുമാതിരി ആവേശവും ആക്രാന്തമൊക്കെ കയറിയിട്ട് ഒരുമാതിരി മിണ്ടായിരിക്കും. ഒന്നും അറിഞ്ഞൂടാത്ത കൊച്ചടുത്ത് നിൽക്കുന്നു. പരവേശത്തിലാണെന്ന്. ചെക്കനോ? നിങ്ങൾ എന്താ ഇപ്പൊ വിചാരിച്ചേ? മോശം ചെക്കനെ ഈ സുൽത്താൻ ഇങ്ങനെ കല്യാണ പൂർവ്വക്ക് തരുവോ? 100 മഹാത്മാഗാന്ധി സമം ഒരു ഗോപാലകൃഷ്ണൻ. നല്ല മുത്ത് സ്വഭാവം. കല്ലെന്ന് കേട്ടാലോ നോക്കാനും വരും. പുക വലി പോയിട്ട് പുക പോലും ഓൻ ഇഷ്ടമല്ലെന്ന്. അത് കാരണം ഓന്റെ വീട്ടിൽ കന്നാലിക്ക് കാടി കാച്ചണത് വരെ ഗ്യാസില്ല. ഒറ്റ വാക്കി പറഞ്ഞ തനി തങ്കം. 92 കാരറ്റ്. അതെന്ന്. എന്നാ പിന്നെ നമുക്ക് അതങ്ങോട്ട് ഉറപ്പിക്കാം. അപ്പൊ നാളെ തന്നെ നമ്മൾ ചെക്കനുമായിട്ട് അങ്ങ് എത്തും. ഓക്കെ ഒത്തു. പടച്ചോൻ കാത്തു. അന്റെ സ്വന്തക്കാരനല്ലേ ഗോപാലകൃഷ്ണൻ? ഓന്റെ തലവര തെളിഞ്ഞു. കുവൈറ്റുകാരി ആ പെണ്ണ്, കുവൈറ്റുകാരി. സുൽത്താനിക്കാർ തലവരെയും തെളിഞ്ഞ്. 1 2 അല്ല, കെട്ടിയടക്കല്ലേ കമ്മീഷൻ. അന്റെ ഉമ്മാന്റെ വകയൊന്നും അല്ലല്ലോ കമ്മീഷൻ. ഒരു തൊഴിൽ വെച്ചെന്നുണ്ടല്ലോ. എത്രയായി മോളെ? 9.98. 10 രൂപ പിടിച്ചോളി. 2 പൈസ മോക്ക് വള മേടിക്കാം. വാടാ ആമുക്കെ.